നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ 5 വർഷം കൂടി ഡ്രൈ ഡോക്കിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ കയറ്റിയേക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഈ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തെ പെയിൻ്റ് എല്ലാം മൊത്തത്തിൽ ഇളക്കി മാറ്റിയിരുന്നതായിട്ട്. പുതിയതായിട്ട് നമ്മുടെ കപ്പലിൽ സിലിക്കോൺ പെയിൻ്റ് അടിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പെയിൻ്റ് എല്ലാം ഇളക്കി മാറ്റി നമ്മൾ കപ്പലുണ്ടാക്കിയ ആ ഒരു സമയത്തെ ആ ഒരു ഇതിൽ മെറ്റലൊക്കെ കാണുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കുവാണ്. കഴുകി കഴിഞ്ഞിട്ട് എയറൊക്കെ ഉപയോഗിച്ചിട്ട് ഉണക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ എപ്പോക്സി പ്രൈമറാണ്. അതിനുള്ള പെയിൻറ്റും ഹാർഡനറും തിന്നറും എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനടിയിൽ പോകുന്ന ഭാഗത്ത് മാത്രമാണ് സിലിക്കോൺ പെയിൻ്റ് അടിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗത്തെയാണ് പെയിൻറ്റ് മൊത്തത്തിൽ ഇളക്കി കളഞ്ഞിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴുകിയപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊരു തുരുമ്പിൻ്റെ അംശങ്ങളൊക്കെ കാണാം. അത് പെയിൻറ്റ് സൂപ്പർവൈസറോട് ചോദിച്ചപ്പോൾ ഫ്ലാഷ് റസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും കുറേ പെയിൻറ്റുകൾ നമ്മുടെ കപ്പലിൽ അടിക്കേണ്ടതുണ്ട്. ആ പെയിൻ്റൊക്കെ ഷിപ്പ് യാർഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കപ്പലിൻ്റെ പേരൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഷിപ്പ് യാർഡിൽ കുറേ കപ്പലുകളുണ്ട്. അപ്പോൾ ഓരോ കപ്പലിൻ്റെയും പെയിൻ്റൊക്കെ അതത് സ്ഥലത്തേക്ക് മാറ്റി മാറ്റിയാണ് വെച്ചേക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പം അങ്ങനെ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടായിട്ടുള്ളൊരു റെഡ് പ്രൈമറാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 200 മൈക്രോൺ ആണ് ഡ്രൈ ഫിലിം തിക്നെസ് ആയിട്ട് ആവശ്യമുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ആദ്യത്തെ കോട്ട് പ്രൈമർ അടിക്കുന്നത്. 240 മീറ്റർ നീളമുള്ള ഈ ഒരു കപ്പലിൻ്റെ പുറത്തെ ഈ ഒരു പ്രൈമർ അടിക്കാനായിട്ട് ഒരു 8-10 മണിക്കൂറൊക്കെ ആവശ്യമുള്ളൂ. ഒരാളല്ല അടിക്കുന്നത്, പല ആളുകൾ ചേർന്ന് കപ്പലിൻ്റെ പല ഭാഗത്തായിട്ട് നിന്നാണ് പെയിൻ്റ് അടിച്ച് തീർക്കുന്നത്. പെയിൻറ്റ് മൊത്തത്തിൽ ഇളക്കി മാറ്റിയ സ്ഥലത്തെ പ്രൈമറിന് നമുക്ക് ഏകദേശം 2052 ലിറ്റർ ആവശ്യമുണ്ട്. നമ്മുടെ പ്രൈമർ അടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഉയരം കൂടിയ സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ചെറി പിക്കറിൻ്റെ സഹായത്തോടുകൂടിയാണ് പെയിൻ്റ് അടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ പ്രൊപ്പല്ലറും അതിൻ്റെ ഹബ്ബൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണിച്ചിരുന്നു, മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ മൂടി വെച്ചേക്കുവാണ്. നമ്മൾ കപ്പൽ ഡയറക്ഷൻ, അതായത് ദിശ തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റഡർ അവിടെ ഇവിടെ എല്ലാം തന്നെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ പുറകുവശത്ത് ഈ പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 2 വശത്തായിട്ട് 2 ടീമുകൾ തന്നെയുണ്ട് അതിനുവേണ്ടി. ഇടതുവശത്ത് ഒരു ടീം പെയിൻ്റ് അടിക്കാൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ വലതുവശത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻറ്റും ഹാർഡനറും തിന്നറൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ ഒരു പെയിൻറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയി എത്തിക്കുവാണ്. പകൽ സമയത്താണ് നമ്മൾ കപ്പലിൻ്റെ ഈ പെയിൻ്റ് അടിക്കുന്നതെങ്കിലും അതിൻ്റെ അടിവശമൊക്കെ കുറച്ച് ഇരുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് വെട്ടത്തിൻ്റെ സഹായത്തോടുകൂടി പെയിൻ്റ് അടിക്കുന്നത്. ഈ ഫസ്റ്റ് കോട്ട് പ്രൈമർ 200 DFT തിക്നെസ്സിൽ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി കുറച്ച് കോട്ടുകൾ കൂടെയുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ വഴിയെ പറഞ്ഞു തരാം. നമ്മുടെ കപ്പലിൻ്റെ ബൗ ത്രസ്റ്റർ, സ്റ്റേൺ ത്രസ്റ്റർ, പ്രൊപ്പല്ലർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അഴിച്ചുകൊണ്ട് പോയി അതിൻ്റെ മെയിൻ്റനൻസും ഓവർഹോളിംഗ് ഒക്കെ വർക്ക്ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ മുകൾ ഭാഗം, അതായത് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ഭാഗത്തെ പെയിൻറ്റ് മൊത്തത്തിൽ ഇളക്കി മാറ്റിയിട്ടില്ല. അവിടെ അങ്ങനെ കടൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാറില്ല. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണോ തുരുമ്പുള്ളത് അത്രയും ഭാഗത്ത് സ്പോട്ടായിട്ട് ചിപ്പ് ചെയ്ത് തുരുമ്പ് ഇളക്കി മാറ്റിയതിന് ശേഷം അത്രയും ഭാഗത്ത് മാത്രമാണ് പ്രൈമർ അടിക്കുന്നത്. ഇപ്പോൾ പുതിയ സിലിക്കോൺ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത് വെള്ളത്തിനടിയിലും ഫുൾ ടൈം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തായതുകൊണ്ടാണ് പഴയ ടൈപ്പ് പെയിൻറ്റ് മൊത്തത്തിൽ ഇളക്കി മാറ്റിയത്. എന്നാൽ എല്ലാ കപ്പലുകളിലും ഈ താഴ്ഭാഗത്ത് സിലിക്കോൺ പെയിൻ്റ് അല്ല അടിക്കുന്നത്. സാധാരണ കപ്പലുകളിൽ എവിടെയൊക്കെയാണോ തുരുമ്പുള്ളത് അത്രയും ഭാഗത്തെ തുരുമ്പ് ഇളക്കി മാറ്റി സ്പോട്ടായിട്ട്, നമ്മളിപ്പം മുകൾ വശത്ത് പ്രൈമർ അടിച്ചതുപോലെ തന്നെ സ്പോട്ടായിട്ടാണ് സാധാരണ കപ്പലുകളിൽ താഴ്ഭാഗത്തും അടിക്കാറുള്ളത്. എന്നാൽ നമ്മൾ പുതിയൊരു സിലിക്കോൺ സിസ്റ്റത്തിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പഴയ പെയിൻ്റൊക്കെ ഇളക്കി മാറ്റി പുതിയതായിട്ടുള്ള പ്രൈമർ അടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അവർ ഫസ്റ്റ് കോട്ട് പ്രൈമറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മുകൾ ഭാഗത്തെ, അതായത് ഏറ്റവും മുകൾ ഭാഗത്തെ ആ ഒരു സ്ഥലത്തൊക്കെ സെക്കൻഡ് കോട്ട് പ്രൈമറും അതിനുശേഷം പുതിയ ഫിനിഷ് കോട്ടൊക്കെ അടിച്ചതിന് ശേഷമാണ് ബാക്കി താഴ്ഭാഗത്തെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അവിടെ സെക്കൻഡ് കോട്ട് പ്രൈമർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറി പിക്കറിൻ്റെ സഹായത്തോടെ അവിടെ അടിക്കുമ്പോൾ ബാക്കി പുറകുവശത്തൊക്കെ ആയിട്ട് ക്രെയിനിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു പ്ലാറ്റ്ഫോമിൽ പെയിൻറ്റ് അടിക്കുന്നത്. അതുപോലെ കപ്പലിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് വേറെ ഒരു കളർ പെയിൻറ്റ് നമുക്ക് കാണാം. ആ പെയിൻറ്റിൻ്റെ പേര് ആൻറ്റി അബ്രേഷൻ പെയിൻറ്റ് എന്നാണ്. അതായത് കപ്പൽ സാധാരണ തുറമുഖത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കരയ്ക്ക് അടുക്കുന്ന സമയത്ത് അവിടെ റബ്ബറിൻ്റെ ഫെൻഡർ എന്ന് പറഞ്ഞ സ്ട്രക്ചറിലാണ് കപ്പലിനെ ചേർത്ത് നിർത്തുന്നത്. അപ്പം കുറച്ച് ഉരയാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉരഞ്ഞ് പെട്ടെന്ന് പെയിൻറ്റ് പൊളിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനത്തെ സ്പെഷ്യൽ പെയിൻറ്റ് അവിടെ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ സ്പെഷ്യൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട്
അവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു പെയിൻറ്റുകൾ അതിൻ്റെ മുകളിൽ വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം വെള്ളത്തിലൂടെ കുതിച്ച് പായുന്ന ആ ബൾബസ് ബൗവിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ സ്പെഷ്യൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടാമത്തെ കോട്ട് പ്രൈമർ മുകൾ ഭാഗം എല്ലാം അടിച്ചു കഴിഞ്ഞു. ഫിനിഷ് കോട്ടായിട്ട് കറുത്ത കളറ് ബ്ലാക്ക് പെയിൻ്റാണ് നമ്മുടെ കമ്പനി അടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഓറഞ്ച് കളറുള്ള കപ്പലിനെ മൊത്തത്തിലൊരു ബ്ലാക്ക് ബ്യൂട്ടി ആക്കാനാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അവസാനത്തെ കോട്ടായ ബ്ലാക്ക് പെയിൻറ്റ് പെട്ടെന്ന് തന്നെ അടിച്ച് പോകുന്നുണ്ട്. ക്രെയിനിൽ തൂക്കിയിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ രണ്ടുപേര് മുകൾ ഭാഗം അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ താഴത്തെ ഭാഗത്ത് ചെറി പിക്കറിൻ്റെ സഹായത്തോടെ അടിക്കുന്നുണ്ട്. ഇതേ സംഭവം അപ്പുറത്തെ സൈഡിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു പെയിൻ്റടിയെല്ലാം, അതായത് മുകൾ ഭാഗത്തെ പെയിൻ്റടിയെല്ലാം നമുക്ക് അടിച്ചു തീർക്കാൻ സാധിക്കും. ഇനി കൂടുതൽ പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ഒക്കെ വരുന്നത് കപ്പലിൻ്റെ വെള്ളത്തിൽ എപ്പോഴും കിടക്കുന്ന ഭാഗത്താണ്. ന്യൂമാറ്റിക് എയറിൻ്റെ സഹായത്തോടുകൂടിയുള്ള സ്പ്രേ പെയിൻറ്റിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പെയിൻറ്റ് അടിക്കുന്നത്. അങ്ങനെയാണ് സാധാരണ എല്ലായിടത്തും പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാറൊക്കെ മൊത്തത്തിലൊരു റീപെയിൻ്റ് ഒക്കെ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം സമയം എടുക്കാറുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വരാനും. എന്നാൽ നമ്മുടെ കപ്പൽ ഈ കരയ്ക്ക് കയറ്റിയിട്ട് 2 ആഴ്ചക്കുള്ളിൽ മൊത്തത്തിൽ പെയിൻറ്റിങ്ങും ബാക്കി മെയിൻ്റനൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ കരയ്ക്ക് തന്നെ 2 ആഴ്ച കിടന്നിരുന്നു. അതായത് ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു മൊത്തത്തിലുള്ള റിപ്പയർ വർക്കുകൾ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ഗുഡ്സൊക്കെ എടുക്കാൻ പോകേണ്ടതുണ്ട്. കാരണം ഈ മെയിൻ്റനൻസിന് കിടക്കുന്ന ഈ ഒരു മാസം കപ്പലിൻ്റെ മുതലാളിക്ക് കയ്യിൽ നിന്നാണ് പൈസ നഷ്ടം. വാടക ഇനത്തിലൊന്നും തന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് പുറത്ത് ഇറങ്ങാനാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ ബ്ലാക്ക് പെയിൻ്റൊക്കെ മൊത്തത്തിൽ അടിച്ച് മേൽവശത്തെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കക്കായൊക്കെ പിടിച്ച് മൊത്തത്തിൽ അലമ്പായി കിടന്ന സംഭവം എല്ലാം പോളിഷൊക്കെ ചെയ്ത് മിനുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ബൗത്രസ്റ്ററൊക്കെ ഉള്ള സ്ഥലത്തും സ്പെഷ്യലായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഈ അടിഭാഗത്ത് അടിച്ചിരിക്കുന്ന പ്രൈമറൊക്കെ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്ത് കുറച്ച് റഫാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓവർഹോളിങ്ങിന് പോയ പ്രൊപ്പല്ലറിൻ്റെ ഹബ്ബൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്രെയിൻ്റെ സഹായത്തോടെ പുറകിൽ പിടിപ്പിക്കുന്നു. നമ്മുടെ പെയിൻറ്റിങ് സൂപ്പർവൈസർ ആദ്യത്തെ കോട്ടെല്ലാം ഓക്കെ ആണോ എന്നെല്ലാം പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് അടിക്കാൻ പോകുന്ന പെയിൻറ്റിൻ്റെ പേര് ടൈ കോട്ട് എന്നുള്ളൊരു പെയിൻറ്റാണ്. അതായത് ആദ്യം അടിച്ച പ്രൈമറും ഇനി വരാൻ പോകുന്ന സിലിക്കോൺ കോട്ടിനെയും കൂടെ ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു കോട്ടാണ് ഇപ്പോൾ അടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് പ്രൈമർ എപ്പോക്സി പ്രൈമർ അടിച്ചിരുന്നു 200 ഡ്രൈ ഫിലിം തിക്നെസ് ഉള്ളത്. ഇനി അടിക്കാൻ പോകുന്ന പെയിൻറ്റ് ഒരു 100 DFT ഉള്ള പെയിൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഒരു 8 തൊട്ട് 10 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ കോട്ട് പെയിൻറ്റ്, അതായത് ആദ്യത്തെ കോട്ട് സിലിക്കോൺ പെയിൻറ്റ് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിലിക്കോൺ പെയിൻറ്റിങ് കുറച്ച് വിലപിടിപ്പുള്ള പെയിൻറ്റിങ് സിസ്റ്റമാണ്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ പയ്യെ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ രണ്ടാമത്തെ ട്രൈക്കോട്ട് എന്നുള്ള പെയിൻറ്റ് കപ്പലിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള ഭാഗത്തെല്ലാം തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ ടൈക്കോട്ട്, അതായത് രണ്ടാമത്തെ കോട്ട്, ഈ പ്രൈമറിനെയും വരാൻ പോകുന്ന സിലിക്കോണിനെയും ചേർത്ത് പിടിച്ച് വെക്കാനുള്ള ഉദ്ദേശിക്കുന്ന കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും പോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് അടിക്കേണ്ടത് സിലിക്കോണിൻ്റെ ഫസ്റ്റ് കോട്ടാണ്. അപ്പോൾ സിലിക്കോൺ പെയിൻറ്റ് ഞാൻ വളരെ മിനുസമുള്ള ഒരു പെയിൻറ്റാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് കോട്ട് 100 ഡ്രൈ ഫിലിം തിക്നെസ്സിനുള്ള പെയിൻറ്റാണ്. അപ്പോൾ ഈ റെഡ് കളറായിട്ട് കാണുന്നത് ആ ഒരു സിലിക്കോൺ കോട്ടിംഗ് ആണ്. അപ്പോൾ അത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം നല്ല രീതിയിൽ നല്ല ഗ്ലോസി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ സിലിക്കോൺ പെയിൻറ്റിൻ്റെ ഫസ്റ്റ് കോട്ട് 100 DFT അടിച്ചു. കപ്പലിനെ മൊത്തത്തിൽ കറുത്ത സുന്ദരിയാക്കാനാണ് നമ്മുടെ മുതലാളിയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തെ പെയിൻറ്റും കറുത്തത് അടിക്കാൻ പോവുകയാണ്. അതാണ് ഫൈനൽ കോട്ട്. പെയിൻറ്റിൻ്റെ തിക്നെസ് ഒക്കെ ഹെമ്പൽ എന്ന കമ്പനിയുടെ സൂപ്പർവൈസർ ചെക്ക് ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം അവസാനത്തെ കോട്ടിങ് പെയിൻറ്റിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് ആക്കി മാറ്റുന്ന സിലിക്കോൺ പെയിൻറ്റ് കാരണം അതിൽ കക്ക പോലുള്ള മറീൻ ഗ്രോത്തുകളൊന്നും തന്നെ പിടിച്ച് കയറാറില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ നിർത്തിയിടുമ്പോഴും ഒന്നും തന്നെ വേറെ വസ്തുക്കളൊന്നും അതിൽ വളരത്തില്ല. അതുപോലെ തന്നെ കപ്പൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിൻ്റെ സൈഡ് ഹള്ളിലുള്ള ഫ്രിക്ഷൻ കുറയും. കടൽ ജീവികളൊന്നും പിടിച്ച് കയറാറില്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് നല്ല രീതിയിൽ കിട്ടും. കപ്പലിൻ്റെ ഇന്ധനക്ഷമത നല്ല രീതിയിൽ വർദ്ധിക്കും. അതുകൊണ്ടാണ്
കുറച്ച് പൈസ കൂടുതൽ മുടക്കിയിട്ടാണെങ്കിലും കമ്പനി സിലിക്കോൺ പെയിൻറ്റ് എന്നൊരു സംഭവം ഈ പ്രാവശ്യം കൊടുക്കാമെന്ന് വിചാരിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോഴും കണ്ടുവരുന്ന ഒന്നത് ആൻറ്റി ഫൗളിംഗ് പെയിൻറ്റ് എന്നുള്ളൊരു സിസ്റ്റമാണ്. അതിന് താരതമ്യേന ചിലവ് കുറവാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഫൗളിങ് എതിരായിട്ടുള്ള പെയിൻറ്റാണ്. ഫൗളിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കടൽ ജീവികളും മറീൻ ഗ്രോത്തുകളൊക്കെ പിടിച്ച് ഇരിക്കുന്നതിനാണ് ഫൗളിംഗ് എന്ന് പറയുന്നത്. ആൻറ്റി ഫൗളിംഗ് പെയിൻറ്റുകളാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. കോപ്പർ ഓക്സൈഡ് കണ്ടന്റ് അടങ്ങിയ പെയിൻറ്റുകളാണ് ആ തരം പെയിൻറ്റുകൾ. വെള്ളത്തിൽ കപ്പൽ കിടക്കുന്ന സമയത്ത് ഈ പെയിൻറ്റിൽ നിന്ന് ചെറിയ രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള വിഷകരമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കക്ക പോലുള്ള കടൽ ജീവികൾ ഗ്രോത്തുകളൊക്കെ വന്ന് അതിൽ പറ്റിപ്പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ തട്ടിക്കളയും. അങ്ങനെയാണ് സാധാരണ കടൽ ഗ്രോത്തുകളൊന്നും പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത്. അതിലും കുറച്ച് റെസ്ട്രിക്ഷൻസും പരിധികളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് സാധാരണ പെയിൻറ്റ് കമ്പനികൾ അങ്ങനത്തെ ആൻറ്റി ഫൗളിംഗ് പെയിൻറ്റുകൾ നിയമം അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ കൂടുതൽ വിഷവസ്തുക്കളൊക്കെ ആയിരുന്നു ആ പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിയമപ്രകാരം കുറച്ചിട്ടുണ്ട്. പെയിൻറ്റിൽ നിന്ന് അലിയുന്ന ടോക്സിക് സാധനങ്ങൾ വെച്ചിട്ടാണ് കടൽ ജീവികളെ ഇളക്കി മാറ്റുന്നത്. ഈ സെൽഫ് പോളിഷിംഗ് പെയിൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലെയർ പോകുമ്പം അടുത്ത ലെയർ വരും. അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ ഈ പെയിൻറ്റിൻ്റെ കട്ടി കുറഞ്ഞു പോകും. അതൊക്കെയാണ് അതിൻ്റെ ന്യൂനതകൾ. എന്നാൽ പുതിയ സിലിക്കോൺ സിസ്റ്റത്തിൽ ഈ ഒരു സംഭവം നന്നായിട്ട് വർക്കാവും എന്നാണ് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ചിലവ് കൂട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഇന്ധനക്ഷമത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് കമ്പനി ഈ പ്രാവശ്യം സിലിക്കോൺ പെയിൻറ്റിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ നമ്മുടെ കപ്പലിൻ്റെ പെയിൻറ്റിംഗ് എല്ലാം മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഈ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കപ്പലിൻ്റെ സൈഡ് വശത്ത് കുറേയേറെ മാർക്കിങ്ങുകൾ ചെയ്യേണ്ടതുണ്ട്. അതായത് കപ്പൽ എത്രമാത്രം മുങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡ്രാഫ്റ്റ് മാർക്കുകൾ കപ്പലിൻ്റെ മുൻവശത്തും പുറകുവശത്തും നടുവശത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും രണ്ട് വശത്ത്. അതുപോലെ തന്നെ പല മാർക്കിങ്ങുകൾ, ബൾബസ് ബൗവിൻ്റെ ഒരു സിമ്പൽ, ടഗിന് എവിടെയാണ് തള്ളാനും ഒക്കെയുള്ള സേഫായിട്ട് ഉള്ള സ്ഥലങ്ങൾ, കപ്പലിൻ്റെ പേര്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെള്ള പെയിൻറ്റ് വെച്ച് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി സംഭവങ്ങളും അങ്ങനെ പ്രൊപ്പല്ലറിൻ്റെ വർക്കുകളും എല്ലാം കഴിയാറായി. ഇനി ആങ്കർ എല്ലാം ഒന്ന് പൊക്കിയതിന് ശേഷം കപ്പൽ വലിയ താമസമില്ലാതെ ഈ ഒരു ഡ്രൈ ഡോക്ക്, കരയ്ക്കുള്ള മെയിൻ്റനൻസ് കഴിഞ്ഞ് അടുത്ത സർവീസിലേക്ക്, അതായത് കാർഗോ ഗുഡ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണുന്നതാണ്. അതുവരെയും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.